കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരത്തിനായുള്ള നിയമ പോരാട്ടം തുടരാനൊരുങ്ങി ഹർഷീന. നിയമ ചികിത്സ സഹായ സമിതി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കാത്തതുമൂലം ചികിത്സയ്ക്കായുള്ള പണം സ്വരൂപിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഹർഷീന സമരസഹായ നിയമ ചികിത്സാ സഹായ സമിതി ഇത്തരത്തിൽ ഒരു കൈത്താങ്ങാകുന്നു ഹർഷീനയ്ക്ക് എന്നുള്ളത് എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അവർ ഈ കുറച്ച് നാളുകളായി. ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്യാതെ നമ്മുടെ സ്വന്തം സർക്കാർ ആശുപത്രിയെ നമ്പർ 1 കേരളത്തിലെ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച് അവിടെ നിന്നും ചികിത്സ തേടിയതിൻ്റെ പരിണിത ഫലമാണ് ഈ ഹർഷീന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുട്ടാത്ത വാതിലുകളില്ല. ഇരയ്ക്കൊപ്പം എന്ന് സർക്കാർ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഇതുവരെയും ഹർഷീനയ്ക്ക് നീതി നൽകാൻ നമ്മുടെ ഭരണകൂടത്തിന് ആയിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഗതികേട് വരെ വന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം നേരിടുകയാണ് കർഷകൻ. ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ചികിത്സയ്ക്കായി ഭീമമായ ചിലവ് നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അത് പണം സ്വീകരിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹർഷീനയുടെ സഹായ സമിതി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഹർഷീന കൃത്യമായി തുറന്ന് പറയുന്ന ഒരു സാഹചര്യം. ആരുടെയൊക്കെയോ അശ്രദ്ധ, അത് ഹർഷീനയുടെ ജീവിതമാണ്. ഹർഷീനയുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഒന്നാകെ താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് കണ്ട് പരാതി പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ നിവേദനവുമായി ചെന്നു. എല്ലാവരും പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടൻ പരിഹരിക്കാമെന്ന് പറഞ്ഞ് അയക്കുകയല്ലാതെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. സമരം കർശനമായി മുന്നോട്ട് പോകുമ്പോൾ, ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം മന്ത്രി ഇടപെട്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് ഒരു തരത്തിലുള്ള നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഹർഷീനയ്ക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ശസ്ത്രക്രിയ അടക്കം വീണ്ടും നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. നമുക്ക് ഇതോടൊപ്പം തന്നെയാണ് ഈ ICU പീഡന കേസും കോഴിക്കോട് ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ ഉണ്ടായത്. തുടർച്ചയായി ഇത്തരമൊരു അനാസ്ഥകൾ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് അധികൃതർ ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇവിടെ. ഹർഷീനയ്ക്ക് നീതിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം കോഴിക്കോടിന്റെ മണ്ണിൽ നടന്നിരുന്നു. വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അധികൃതരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല. ലക്ഷ്മി.